ഹലോ ചാപ്റ്റർ 3 ഡബിൾ സെഞ്ചുറി ഇതിൻ്റെ പകുതി ഭാഗം നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാതെ ഇവിടെ വരികയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇതിവിടെ ക്ലോസ് ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ട് കാണാൻ വേണ്ടി പോകണം. അതിനുശേഷം എല്ലാ പ്രോബ്ലംസും ചെയ്തതിന് ശേഷം മാത്രം ഈ സെക്കൻഡ് വീഡിയോയിലേക്ക് വരിക. അപ്പം നമ്മൾ ഫസ്റ്റ് വീഡിയോ എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ മുതൽ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. These beads are also 100 in numbers. എങ്ങനെയാ? ഇവിടെ ഡിഫറെന്റ് കളേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കളേഴ്സിലും 1 2 3 4 5 6 7 8 9 10 ഈ ഒരു കളർ ബീഡ്സ് 10 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് ടോട്ടൽ എത്ര സെറ്റ് ഉണ്ട് നോക്കിയാ പോരെ? നമുക്കറിയാം 10 വീതമുള്ള 10 സെറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടും. ഇവിടെയോ 1 2 3 4 5 6 7 8 9 10 സെറ്റ്സ് ഉണ്ട്. ഓരോ സെറ്റിലും 10 വീതം ബീഡ്സും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്രയാവും? 100. ഈ കളേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഓരോ സെറ്റിലും 10 നമ്പർ ഓഫ് ബീഡ്സ് ആണ് ഉള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മേക്കിംഗ് 100. നമ്മൾ ഈ സ്റ്റിക്സും ബണ്ടിൽസും ഉപയോഗിച്ചിട്ട് 100 ആക്കാൻ പോവാണ്. നമുക്കറിയാം 10 ബണ്ടിലുകൾ ചേർന്ന 100 ആണ് ഫോർ ഷുവർ. ആ ഒരു 100നെ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ഉണ്ടാക്കാം. എങ്ങനെയൊക്കെയാ? ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ, ഈ 10 ബണ്ടിലിനെ വെച്ചിട്ട് നമുക്കതിൽ 3 ബണ്ടിൽ റൈറ്റിലേക്കും ബാക്കി ബണ്ടിൽ ലെഫ്റ്റിലേക്കും നീക്കാം. ഇപ്പൊ എന്തായി? ഇത്രയും ബണ്ടിൽസ് പ്ലസ് ഇത്രയും ബണ്ടിൽസ് ഈക്വൽ ടു 100 അല്ലേ? ഇത് ടോട്ടൽ 100 ആണെന്ന് നമുക്കറിയാം. നമ്മൾ അതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഇത്രയും കൂട്ടിയാൽ എന്താ വരിക? 10 20 30 40 50 60 70. കണ്ടോ? 70 and 30 makes 100. ഇങ്ങനെ നിങ്ങൾക്ക് 100 ഉണ്ടാക്കാൻ പല കോമ്പിനേഷനും ട്രൈ ചെയ്യാം അല്ലേ? നെക്സ്റ്റ് ഇവിടെ കണ്ടോ? ഈ സൈഡിൽ 3 കൊടുത്തതിന് പകരം 2 എണ്ണം മാറ്റി വെച്ചു. ബാക്കിയെല്ലാം അപ്പുറത്തെ സൈഡിൽ. ഇതിനെ എങ്ങനെ എഴുതാം? 1 2 3 4 5 6 7 8. 8 എന്ന് പറഞ്ഞാൽ ഓരോന്നിലും 10 എണ്ണം വീതമുണ്ട്. അതായത് 80 പ്ലസ് ഇതോ 2 ബണ്ടിലുണ്ട്. അപ്പൊ 20. 80 and 20 makes 100. ഇവിടെ പിന്നെയും അതിന് വേറൊരു രീതിയിൽ കോമ്പിനേഷൻസ് കൊടുത്തിരിക്കുകയാണ്. 5 എണ്ണം, അതായത് 5 ബണ്ടിൽസ് ഈ സൈഡിലും 5 ബണ്ടിൽസ് ഇപ്പുറത്തെ സൈഡിലും വെച്ചു. 5 എന്ന് പറഞ്ഞാൽ 50, അവിടെയും 50. അപ്പോ 50 പ്ലസ് 50 ഈസ് ഈക്വൽ ടു 100. കണ്ടോ? 100നെ തന്നെ പല പല കോമ്പിനേഷനിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 70 പ്ലസ് 30 ഈക്വൽ ടു 100. 80 പ്ലസ് 20 ഈക്വൽ ടു 100. 50 പ്ലസ് 50 ഈക്വൽ ടു 100. ഇത് മാത്രമല്ല, ഇതിനെ നമുക്ക് പല 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 കോമ്പിനേഷൻസും ഉണ്ടാക്കിയിട്ട് ടോട്ടൽ 100 കിട്ടാം. നിങ്ങൾ ചെയ്തു നോക്കില്ലേ? ബോലു മേഡ് 100 by jumping on 65 and jumped 35 more. ഇതേപോലെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ അടുത്ത് 10 സ്റ്റിക്സ് ഉണ്ടെങ്കിൽ നമുക്കതിന് കുറച്ച് ഒരു സൈഡിലും കുറച്ച് വേറെ സൈഡിലും വെച്ചിട്ട് നമുക്ക് 100ന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കാം. അതേപോലെയാണ് ഈ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ബോലു എന്താ ചെയ്തത്? ഒറ്റ ജമ്പ് ചെയ്തു. ജമ്പ് ചെയ്തപ്പോൾ ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ? 10 20 30 40 50 60. 60 കഴിഞ്ഞിട്ട് 61 62 63 64 and 65. 65ലാണ് ആദ്യം ചാടി എത്തിയത്. ഇനി ഇവിടെ ബാക്കി എത്രയുണ്ട്? അതാണ് 1 2 3. കണ്ടോ? 30. 1 2 3 4 5. ഇപ്പുറത്തെ സൈഡിലുള്ളതാണ് 35. ടോട്ടൽ എത്രയാ? 100. അപ്പൊ 65 പ്ലസ് 35 ഈക്വൽ ടു 100. ഇനി ഈ ഒരു ലൈനാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ?
0, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 10, 20, 30, 40, 50, 60, 70 ഒരു വലിയ ലൈനിൽ നമ്പറുകൾ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ലൈനിനാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന സെയിം സാധനം ഇവിടെയും അവർ കാണിച്ചിരിക്കുകയാണ്. കണ്ടോ? 10, 20, 30, 40, 50, 60, അത് കഴിഞ്ഞ് 60യുടെയും 70യുടെയും ഇടയിൽ ഒരു ലൈൻ കണ്ടോ? അതാണ് 5, 65. അതിനുശേഷം ഇവിടുന്ന് ബാക്കി 35. Make 100 by different jumps on this number line. ഇപ്പൊ ഇവിടെ ജമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ എങ്ങോട്ട് ജമ്പ് ചെയ്താലും നമ്മൾ എവിടെയാണോ എത്തുന്നത് അത് ഒരു നമ്പറും അതിന് ബാക്കിയുള്ളത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ നമ്പറും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് 100 കിട്ടും. കാരണം എന്താ? ഈ നമ്പർ ലൈനിന്റെ ടോട്ടൽ ആകെയുള്ള വാല്യൂ തന്നെ 100 ആണ്. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യാമോ? 10. ആദ്യത്തെ ജമ്പ് 10ലേക്കാണ് ജമ്പ് ചെയ്തത്. അപ്പൊ പിന്നെ ബാക്കി എത്രയുണ്ട്? വലിയൊരു ജമ്പും ചെയ്തു. അപ്പോൾ ഇവിടെ ഇത് നമ്പർ 10. ഇനി ഇവിടെയോ? ഈ ഒരു ഗ്യാപ്പ് എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ ഇത് എത്രയാ? 90. 10 plus 90 is equal to 100. Make 100 by different jump on this number line. അതേപോലെ വേറൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ജമ്പ് എങ്ങോട്ടാ? നേരെ 50ലേക്ക്. ഇനി ബാക്കി എത്രയുണ്ട്? അടുത്ത ജമ്പ് ആ പോർഷനിലും കൊടുത്തു. ഇവിടെ ആദ്യത്തേത് നമുക്കറിയാം 50 ആണ്. ഇവിടെയോ? നമുക്കിത് കൗണ്ട് ചെയ്യാം. ഒരു ഗ്യാപ്പ് 1, 2, 3, 4, 5 ഗ്യാപ്സ് ഉണ്ട്. അപ്പോ 50. 50 plus 50 equal to 100. Make 100 by different jumps on this number line. ഇതേപോലെ ഇനിയൊന്ന് നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കില്ലേ? വളരെ ഈസിയാണ്. എവിടെയെങ്കിലും ജമ്പ് ചെയ്തിട്ട് എത്തുക, അവിടെ എത്രയാ നമ്പർ നോക്കുക, അതിന്റെ ബാക്കി കൗണ്ട് ചെയ്യുക, അത് രണ്ടുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുക. ഇവിടെ ഈ ഒരു ജമ്പിൽ എത്രയാണ് വന്നിരിക്കുന്നത്? ഫുൾ ഒരു ഗ്യാപ്പ് 10, പിന്നെ ഇവിടം വരെ 20, ഇവിടം വരെ 30, പിന്നെ 30യുടെയും 40യുടെയും ഇടയിൽ ഹാഫിലാണുള്ളത്. 10ന്റെ ഹാഫ് ആണ് 5. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് 30 plus 5 equal to 35ലാണ്. ഇത് 35. ഇനി ഇവിടെയോ? അതേപോലെ തന്നെ 10, 20, 30, 40, 50, 60, പിന്നെ ഒരു 5, 65 equal to 100. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയാം. യൂസ് മാച്ച്സ്റ്റിക് ബണ്ടിൽ ആൻഡ് ഗിൻലാഡി to make 100 in different ways. Fill the table below. നമുക്ക് ഒന്നുകിൽ മാച്ച്സ്റ്റിക് ബണ്ടിൽസ് അല്ലെങ്കിൽ ഗിൻലാഡി എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടിരുന്ന ഈ ഒരു ബീഡ്സ് ഉള്ള മാലയില്ലേ, ഇതിനാണ് ഗിൻലാഡി എന്ന് പറയുന്നത്. നമ്മൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് കുറച്ച് പ്രോബ്ലംസിൽ ഗിൻലാഡി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബണ്ടിൽസ് നമുക്ക് അതിന് ശേഷം ഉപയോഗിക്കാം. ഓക്കെ, ഫസ്റ്റ് 60 and 40 makes എത്രയാ? 60 and 40. ഈ ഒരു ഫുൾ ബണ്ടിലില് എത്ര മുത്തുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 100. 10, 20, 30, 40, 50, 60. ഈ ഒരു സൈഡിൽ 60, ഈ ഒരു സൈഡിൽ 40. അപ്പൊ 60 plus 40 എത്രയാ? 100. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 45 and dash make 100. ഇത് ടോട്ടൽ 100 ആണ്. ഇതിന്റെ ഒരു സൈഡിൽ നമുക്ക് 45 കൊടുക്കണം. 45 കൊടുക്കുക എങ്ങനെയാ? 10, 20, 30, 40. ഇനി 5 വേണം അല്ലേ? 1, 2, 3, 4, 5. ഇത്രയും മുത്തുകൾ എത്തി. അപ്പൊ ഈ സൈഡിൽ 45 ആയി. ഇനി അപ്പുറത്തെ സൈഡിൽ എത്രയാന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. നമുക്ക് ഇപ്പുറത്തെ ഈ ലാസ്റ്റ് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യാം. 10,
20, 30, 40, 50, 51, 52, 53, 54 and 55. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത 100. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ആൻഡ് 25 മേക്സ് 100. എന്തിന്റെ കൂടെ 25 ആഡ് ചെയ്താലാണ് 100 ആവുക? നമുക്കിതിൽ ചെക്ക് ചെയ്യാം അല്ലേ? കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് എണ്ണി തുടങ്ങാം. 10, 20, നമുക്ക് 25 വേണം അല്ലേ? 21, 22, 23, 24, 25. ഇനി ഈ ബാക്കിയുള്ളത് എത്രയാന്ന് എണ്ണി നോക്കിയാൽ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ. 10, 20, 30, 40, 50, 60, 70, 71, 72, 73, 74 and 75. അപ്പോൾ 75 and 25 makes 100. Next number. Dash and 85 makes 100. Dash and 85. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് എണ്ണി തുടങ്ങാം. 10, 20, 30, 40, 50, 60, 70, 80. അതിനുശേഷം നമുക്ക് 5 more വേണം അല്ലേ? 81, 82, 83, 84, 85. ഈ റൈറ്റ് സൈഡിൽ ടോട്ടൽ 85 ബീഡ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ എത്രയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 100 ആവുന്നത്? 10, 11, 12, 13, 14, 15. 15. 85 plus 15 makes 100. Dash and dash makes 100. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും, ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുക്കാം. നമുക്ക് ഗിൻലാഡിയുടെ കറക്റ്റ് സെൻറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. ലെഫ്റ്റ് സൈഡിൽ എത്രയാ? 10, 20, 30, 40, 50. ഈ സൈഡിലോ 10, 20, 30, 40, 50. അപ്പോൾ 50 plus 50 makes 100. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി കൊടുക്കാം. ഡാഷ് പ്ലസ് ഡാഷ് മേക്സ് 100. എങ്ങനെ ചെയ്യാൻ പറ്റും? ഈസി ആണല്ലേ? എവിടെയെങ്കിലും നിങ്ങളുടെ കൈ എവിടെയെങ്കിലും തട്ടുക, അവിടെ ഒരു ലൈൻ വരയ്ക്കുക. അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് ലെഫ്റ്റിലത്തത് എണ്ണുക, റൈറ്റിലത്തതും കൗണ്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ പ്ലസ് റൈറ്റ് സൈഡിലുള്ള നമ്പർ ഈക്വൽ ടു 100 ആയിരിക്കും. കാരണം ടോട്ടൽ എപ്പോഴും 100 ആണ്. ടോട്ടൽ നമ്പർ മാറുന്നേ ഇല്ല. എവിടെ വേണമെങ്കിലും ഒരു ലൈൻ വരയ്ക്കാം. അതിൻ്റെ ലെഫ്റ്റും റൈറ്റുമുള്ള നമ്പറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഇവിടെ ലെഫ്റ്റ് എത്രയാണ്? 10, 20, 30. റൈറ്റിലോ 10, 20, 30, 40, 50, 60 and 70. അതായത് 30 plus 70 makes 100. Write numbers in the blank spaces inside the flower petal so that the number in each petal add up to 100. നേരത്തെ അതേപോലെയാണ്, പക്ഷെ ഇവിടെ ഫ്ലവർ പെറ്റലിലാണ് നമ്പർ തന്നിരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. അതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 45 plus 55. അതിവിടെ ഓൾറെഡി എക്സാമ്പിൾ തന്നിരിക്കുന്നുണ്ട്. നമുക്കത് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. 10, 20, 30, 40, 45. ഈ സൈഡിൽ 45 ഉണ്ട്. ഇപ്പൊ ഈ സൈഡിൽ എത്ര വരണം? 55 വരണം അല്ലേ? 10, 20, 30, 40, 50, 51, 52, 53, 54 and 55. കറക്റ്റ് ആണ്. അവർ തന്നിരിക്കുന്ന എക്സാമ്പിൾ കറക്റ്റ് ആണ്. 55. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് നമ്പർ കൂട്ടിയാൽ 100 ആണോ കിട്ടുന്നതെന്ന് ഇവിടെ ചെക്ക് ചെയ്യാനും പറ്റും. ഒരു നമ്പർ തന്നാൽ മറ്റേ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനും പറ്റും. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 60 പ്ലസ് ഡാഷ് ഈക്വൽ ടു 100. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. 60, 10, 20, 30, 40, 50, 60. 60 കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരയ്ക്കുക അല്ലേ? ലൈൻ വരച്ചു. ഇനി റൈറ്റ് സൈഡിൽ എത്രയാന്ന് ഈസി ആയിട്ട് കൗണ്ട് ചെയ്യുക, അവിടെ ഫീൽ ചെയ്യാം. എത്രയാണ്? 10, 20, 30, 40. 60 plus 40 equal to 100. നെക്സ്റ്റ് ഡാഷ് പ്ലസ് 25 ഈക്വൽ ടു 100. ഈസി അല്ലേ? നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. 10, 20,
കറക്റ്റ് 25ൽ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ അവിടെ എത്രയാണ്? 25. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ലെഫ്റ്റ് സൈഡ് എത്രയാണ് കൗണ്ട് ചെയ്യുക, ഫിൽ ചെയ്യുക. 10, 20, 30, 40, 50, 60, 70, 71, 72, 73, 74 and 75. 75 plus 25 equal to 100. അടുത്ത നമ്പർ ഡാഷ് പ്ലസ് 81. ഇത്രയും സമയം നമ്മൾ 10 അല്ലെങ്കിൽ 5സിൽ മാത്രമേ കൗണ്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ 81 ആണ്. പക്ഷെ ഇത് ഉപയോഗിച്ച് നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ഉണ്ടാക്കാം അല്ലേ? നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. 10, 20, 30, 40, 50, 60, 70, 80. പിന്നെ ഒരു ബീഡ് 81. ഈ സൈഡിൽ 81. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എത്രയാ? ഫുൾ 10 ഉണ്ട്. 11, 12, 13, 14, 15, 16, 17, 18, 19. അപ്പോൾ 81 plus 19 equal to 100. അടുത്തതോ 37 plus dash 37. എങ്ങനെ ഉണ്ടാക്കാം? 10, 20, 30, 31, 32, 33, 34, 35, 36 and 37. 37ൽ നമുക്കൊരു ലൈൻ വരയ്ക്കാം. റൈറ്റ് സൈഡിലുള്ളത് കൗണ്ട് ചെയ്യുക. 10, 20, 30, 40, 50, 60, 61, 62, 63. 37, 63. 63 is equal to 100. Next, 30. ലെഫ്റ്റ് സൈഡിൽ 10, 20, 30. 30 കഴിഞ്ഞിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് ഈസിയാണ്. നമ്മൾ മുമ്പും പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്നാലും കൗണ്ട് ചെയ്ത് നോക്കാം. 10, 20, 30, 40, 50, 60, 70. 30 plus 70 equal to 100. ഇനി അടുത്ത ഒരു ഫ്ലവറിൽ 9 plus 91 equal to 100 എന്ന ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 9 ആദ്യത്തെ 10 ബീഡിൽ വെറും 9 ബീഡ് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 91 കിട്ടും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും എണ്ണി നോക്കണം കേട്ടോ. 9 plus 91 equal to 100. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഡാഷ് പ്ലസ് 0 ഈക്വൽ ടു 100. നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 0 എന്ന നമ്പറിന് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു വാല്യൂ ഇല്ല. 0 മീൻസ് നത്തിങ്. അപ്പോൾ ഡാഷ് പ്ലസ് നത്തിങ് ഈക്വൽ ടു 100. എത്രയാണ്? റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് 0, നത്തിങ്. ലെഫ്റ്റ് സൈഡിലുള്ള ഫുൾ നമുക്ക് റൈറ്റ് സൈഡിന്റെ കൂടെ ആഡ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ എത്രയുള്ളത്? 100. 100 plus 0 equal to 100. ഈസി അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പഠിച്ചു അല്ലേ? അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ഈ ഒരു പെറ്റൽസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ കൊണ്ട് ഫിൽ ചെയ്യണം. ഓക്കെ? ഹൗ മെനി ആർ 100? നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കുക. ഓപ്പൺ എ ഫുൾ ബോക്സ് ഓഫ് മാച്ച് സ്റ്റിക്സ്. നിങ്ങൾ വീട്ടിൽ കിച്ചണിൽ പോയിട്ട് ഒരു ഫുൾ മാച്ച് സ്റ്റിക്കിന്റെ ബോക്സ് എടുത്തിട്ട് വരിക. എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് ഇൻ ദ ബോക്സ്. നിങ്ങൾ ഏകദേശം ഈ ബോക്സിൽ എത്ര മാച്ച് സ്റ്റിക്ക് ഉണ്ടായിരിക്കും എന്നൊന്ന് ഊഹിച്ച് പറയാം. അത് ഒറിജിനൽ ആവണമെന്നില്ല. നിങ്ങൾക്ക് തോന്നുന്ന ഒരു നമ്പർ പറഞ്ഞാൽ മതി. അത് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം കൗണ്ട് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ഇൻ ദ ബോക്സ്. അതിനുശേഷം നിങ്ങൾ മാച്ച് സ്റ്റിക്ക് ഒക്കെ പുറത്തിട്ടതിന് ശേഷം അത് എണ്ണി നോക്കുക എത്രയുണ്ട്. ഹൗ ക്ലോസ് വാസ് യുവർ എസ്റ്റിമേറ്റ്? നിങ്ങൾ ഊഹിച്ച നമ്പറും ഒറിജിനൽ നമ്പറുമായിട്ട് എത്രത്തോളം ക്ലോസ് ആണ്? ഹൗ മെനി ബോക്സസ് ഓഫ് മാച്ച് സ്റ്റിക്ക് വിൽ ഗെറ്റ് ദ ടോട്ടൽ ക്ലോസ് ടു 100 മാച്ച് സ്റ്റിക്സ്? അപ്പൊ ഡാഷ് ബോക്സസ്. ഇത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കേണ്ടതാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് ഇൻ ദ ബോക്സ്. 25 ഉണ്ടാകുമെന്ന് ഊഹിക്കുകയാണ്. അത് ഉറപ്പിക്കണ്ട, എനിക്കതിൽ 25 ഉണ്ടായിരിക്കും എന്ന് തോന്നി, ഞാൻ അങ്ങനെ എഴുതി. കൗണ്ട് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് ഇൻ ദ ബോക്സ്. മാച്ച് സ്റ്റിക്ക് പുറത്തെടുത്തിട്ട് 1, 2, 3 എന്ന് കൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ 24 ആണ്. ഹൗ ക്ലോസ് വാസ് യുവർ എസ്റ്റിമേറ്റ്? ഒരു മാച്ച് സ്റ്റിക്കിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഹൗ മെനി ബോക്സസ് ഓഫ് മാച്ച് സ്റ്റിക്ക് വിൽ ഗെറ്റ് ടോട്ടൽ ക്ലോസ് ടു 100? നമുക്ക് നോക്കാം.
നേരത്തെ സ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് 24 കിട്ടുക. എങ്ങനെ? 5, 10, 15, 20. 20 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ 4 ആണല്ലേ, 5 ഇല്ല. അപ്പൊ 4 ലൂസ് സ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 20 പിന്നെ 4. ഇനി അടുത്ത ഒരു ബോക്സ്, അടുത്ത ബോക്സിൽ എത്ര ഉണ്ടാവും? അതിലും 24. പിന്നൊരു ബോക്സ്, അതിലും 24. പിന്നൊരു ബോക്സ്, അതിലും 24. നമ്മളെ കയ്യിൽ ഇപ്പൊ ഏകദേശം 4 ബോക്സസ് ആയി. ഇതിലത്തെ അതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഫുൾ 5 ഉള്ള ഒരു സെറ്റിനെ കൗണ്ട് ചെയ്യാം. 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 75, 80. ഇത്രയും ചേർന്നപ്പോൾ തന്നെ നമ്മളെടുത്ത് 80 മാച്ച് സ്റ്റിക്ക് ആയി. ഇനി 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96. ഈ ഒരു കള്ളിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 96 കിട്ടി. 96ൽ നിന്ന് 100ലേക്ക് 97, 98, 99, 100. അതായത് 4 സ്റ്റിക്കും കൂടി കിട്ടിയാൽ നമുക്ക് 100 ആക്കാൻ പറ്റും. അപ്പൊ ഇത് 100ന്റെ വളരെ ക്ലോസ് ആണല്ലേ. ഇനി ഒരു ബോക്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നമ്പർ ആയി പോവില്ലേ? അപ്പോൾ ഇതാണ് ഏറ്റവും ക്ലോസസ്റ്റ് നമ്പർ ടു 100. എത്ര ബോക്സസ് യൂസ് ചെയ്തു ഇവിടെ? 4 ബോക്സസ്. സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ടേക്ക് എ ഹാൻഡ്ഫുൾ ഓഫ് സീഡ്സ് ലൈക്ക് കിഡ്നി, ബീൻസ്, ചിക്ക് പീസ് എക്സെട്ര. എന്തെങ്കിലും കടലയോ അല്ലെങ്കിൽ പയറോ ഒക്കെ കയ്യിലെടുത്തിട്ട് ഒരു പിടി വാരിയെടുക്കുക. എന്നിട്ട് അതിൽ എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾ ഊഹിക്കുക. എന്നിട്ട് അതിനെ കൗണ്ട് ചെയ്യുക. നമുക്ക് വെറുതെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. നിങ്ങൾ 9 ചിക്ക് പീസ് ഉണ്ടായിരിക്കുന്നു ഊഹിച്ചു. എന്നാൽ കിട്ടിയതോ കറക്റ്റായിട്ട് 10 സീഡ്സ് കയ്യിൽ കിട്ടി. അപ്പോൾ ഒരു കയ്യിൽ 10 സീഡ്സ് ഉണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് 100 ആക്കാൻ പറ്റും? ക്ലോസ് ടു 100 ആക്കാൻ പറ്റും. നമുക്ക് ഓൾറെഡി അറിയാം 10 bundles of 10 sticks is equal to 100 അല്ലേ? 10, 10, 10, 10, 10, 10, 10 അങ്ങനെ 10 ബണ്ടിൽ കൊടുക്കുക. 10, 20, 30, 40, 50, 60, 70, 80, 90 and 100. അപ്പോൾ 10 എണ്ണം ഉണ്ടെങ്കിൽ അങ്ങനത്തെ 10 ഹാൻഡ്ഫുൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 സീഡ്സ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി മുതൽ നമുക്ക് അങ്ങോട്ട് സ്റ്റിക്സും ബണ്ടിൽസും ലൂസ് സ്റ്റിക്സും ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാം. Let's observe the table and learn to write numbers beyond 100. Fill in the blank spaces. നമ്മൾ ഇതുവരെ എങ്ങനെയാണ് 100 ഉണ്ടാക്കുന്നത്, 100 വരെയുള്ള നമ്പേഴ്സ് ആണ് പഠിച്ചത്. ഇനി 100ഉം കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ ബോക്സിൽ 100 കണ്ടോ? 10 bundles of 10 sticks അത് 100 ആയി മാറിയല്ലേ? അപ്പോൾ 100നെ വലിയൊരു കെട്ടാക്കി മാറ്റി. ഇപ്പം ഈ വലിയ കെട്ട് കാണുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്? ഇത് 100 ആണ്. ഇത് ഇൻഡിവിജ്വൽ സ്റ്റിക്സ് ആണല്ലേ? ഇത് 1. ഈ ഒരു ചെറിയതോ ഇത് 10 ആണ്. എങ്ങനെ കൗണ്ട് ചെയ്യണം? ഇതിന് 100 എന്നും ഇതിന് 10 എന്നും ഇങ്ങനെയുള്ളതിനെ 1 എന്നും വേണം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കള്ളിയിലുള്ളത് നോക്കാം. 100 പിന്നെ ഒരു സ്റ്റിക്കും. 101 makes 101. എങ്ങനെയാ എഴുതുക? 100 ആയിരുന്നു 100. അതിൽ ലാസ്റ്റ് 0 മാറി അവിടെ ഒരു 1 ആഡ് ആയി. അപ്പോൾ 101. 101. എങ്ങനെയാണ് 101നെ എഴുതുക? വായിച്ചു നോക്കിയേ. 101 ഈക്വൽ ടു 101. ഇതിന് 101 എന്നാണ് വായിക്കേണ്ടത്. ഇനി അങ്ങോട്ട് എല്ലാം ഈസി ആണല്ലേ? 100ന്റെ ഒരു ബണ്ടില്
2 ലൂസ് സ്റ്റിക്ക്. അതിനെ എങ്ങനെയാ വായിക്കുക? 102 മേക്സ് 102. 102. 101ൽ 1ന്റെ പകരം അതിൽ ഒന്നും കൂടി ആഡ് ആയി, 2 ആയി. 102. അടുത്തതോ വളരെ ഈസി ആണല്ലേ? 100ന്റെ കൂടെ 3 സ്റ്റിക്സ്. എങ്ങനെ എഴുതാം? 103 മേക്സ് 103. 103. അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? 104 മേക്സ് 104. എങ്ങനെയാ 104 എന്ന് എഴുതുക? 104. 100 plus 5 loose sticks. എങ്ങനെ എഴുതാം? 105 makes 105. 100 plus 6 makes 106. 106. 100 plus 7 sticks makes 107. 107. 100 plus 8 sticks. 108 makes 108. 108. Similarly, 109 makes 109. എങ്ങനെ എഴുതാം? 109. ഇനിയാണ് ഒരു 100ന്റെ ബണ്ടിലും അതിന്റെ കൂടെ ഒരു 10ന്റെ ബണ്ടിലും. 110 എങ്ങനെയാ എഴുതുക? 110. നമ്മൾ മുമ്പ് എഴുതും പോലെ തന്നെ കണ്ടോ? 1 2 3 4 5 6 7 8 9. പിന്നെ 10 ആയി മാറി. അത്രയേ ഉള്ളൂ. 110. ഇതിനെ എങ്ങനെയാ വായിക്കുക? 110. 110. Fill the blank spaces on the number line given at the edge. ഇവിടെ ഇനിയും കുറേ നമ്പർ ലൈൻസ് തന്നിട്ടുണ്ട്. ഇതിലൊക്കെ നിങ്ങൾ ഫിൽ ചെയ്യണം. നമുക്ക് ഓൾറെഡി അറിയാം 100 plus 1 എന്താണ്? 101. പിന്നെ 102. ഈ ബ്ലാങ്കിൽ 103. 104, 105, 106, 107, 108, 109, 110. അതേപോലെ ഈ സൈഡിലെ നമ്പർ എത്രയായിരിക്കും? നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. 113, 15, 16 എല്ലാം എഴുതി 124 വരെ ഈ സൈഡിലുണ്ട്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കണം കേട്ടോ. ഈ ചാപ്റ്ററിന്റെ ലെങ്ത് കാരണം പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഈ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ഇത് തീരാത്തത് കൊണ്ട് ഇപ്പോൾ ഇതുവരെ പഠിച്ചത് വെച്ച് നിർത്തുകയാണ് ഈ വീഡിയോയിൽ. ഇതിന്റെ ബാക്കി നമ്മൾക്ക് പാർട്ട് 3 ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യാം. വലിയ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കത് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ചെറിയ പാട്ടാക്കി മാറ്റുന്നത്. ഓക്കെ? അപ്പം നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ സെക്ഷൻ മാത്രം അറ്റ് എ ടൈം പഠിക്കുക. അത് പിന്നെയും 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 പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേട്ടോ? അപ്പോൾ പാർട്ട് 3 ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതാണ്. അതുവരേക്കും ബൈ.